യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ വീഡിയോസിൻ്റെ ലിസ്റ്റാണ് എടുത്തേക്കുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോയിൽ അത് ഓണാക്കി കഴിയുമ്പോൾ ഫിൽറ്റർ ചെയ്തിട്ട് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയേക്കുന്ന വീഡിയോസ് എടുക്കുക. അതായത് ഫിൽറ്റർ ചെയ്യുമ്പോൾ അതിൽ എല്ലാ ഓപ്ഷൻസും കാണിക്കും. അതിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളത് എടുക്കുക. ഈ വീഡിയോയ്ക്കാണ് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിടക്കുന്നത്. കണ്ടോ, റെസ്ട്രിക്ഷൻസിൻ്റെ താഴെ കാണാം. അതിൽ സി ഡീറ്റെയിൽസ് കൊടുക്കുക. സി ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ആ പോപ്പപ്പ് വിൻഡോയിൽ നമുക്ക് ഒരു ഓപ്ഷനുണ്ട്, സെലക്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലുള്ള വീഡിയോയിൽ മ്യൂസിക് മാറ്റിയിട്ട് വേറെ മ്യൂസിക് കൊണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാത്ത മ്യൂസിക് കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം. അതായത് ഓൾറെഡി ഉള്ള മ്യൂസിക് മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് വേറെ മ്യൂസിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ വിഷ്വൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഈ വീഡിയോയ്ക്ക് വെറുതെ ഫോട്ടോസ് കാണുന്നതിൻ്റെ ഇപ്പം മ്യൂസിക് ഇല്ലാതെ വരുന്ന ഒരു രസമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മ്യൂസിക് വേറെ എടുത്തിട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. നമ്മുടെ യൂട്യൂബ് തന്നെ അലോ ചെയ്തിട്ടുള്ള കുറച്ച് മ്യൂസിക് ഉണ്ടല്ലോ, ആ ലിസ്റ്റായിരിക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ട മ്യൂസിക് ഏതാണെന്ന് വെച്ചാൽ പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്തിട്ട് നമുക്ക് സേവ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ മ്യൂസിക് ഒരു ഷോർട്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അതല്ലാതെ ഇപ്പോൾ എൻ്റെ അല്ലാതെ ഉള്ള ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ, അതായത് ഞാൻ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിക്കഴിഞ്ഞാലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനേ നിവൃത്തിയുള്ളൂ, മ്യൂട്ട് ചെയ്ത് കളയാനേ നിവൃത്തിയുള്ളൂ. അത് വേറെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന വോയിസ് ഇതിൽ മ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോപ്പിറൈറ്റ് ക്ലെയിം പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഇതുപോലെ സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടോ, മേളിൽ ആ വീഡിയോയിൽ കോപ്പിറൈറ്റ് ക്ലെയിം എന്നുള്ളതിപ്പോൾ ബ്ലാങ്കായി, അത് പോയിട്ട് നണ്ണായി. അതായത് കോപ്പിറൈറ്റ് ക്ലെയിം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടി. ഇനി ഞാൻ ഒന്നുകൂടെ നമ്മുടെ വീഡിയോയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളത് എടുത്ത് നോക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് പോലും കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ല. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയവരെല്ലാവരും കളയുക, റിമൂവ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.